KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മികച്ച പ്രതികരണമാണെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഇതിനോടകം 2.48 കോടി രൂപ നേടിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ 4 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഗുരുവായൂർ യൂണിറ്റിൽ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതുവരെ 7587 ആളുകൾ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. ഇതിൽ 3282 പേർ പഠിച്ച് ലൈസൻസ് നേടി. ടെസ്റ്റ് എഴുതിയവരിൽ 89% ആളുകൾ പാസ്സായതായും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത്. നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നതും മിതമായ നിരക്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനു പുറമെ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും 20% ഇളവും KSRTC ജീവനക്കാർക്ക് 5% ഫീസ് ഇളവും ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിനായി KSRTCയുടെ 2 ഡബിൾ ഡെക്കർ ബസ് ഉടൻ വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓൺലൈൻ ഓർഡർ വഴി ഭക്ഷണം സീറ്റിൽ എത്തുന്ന സൗകര്യങ്ങളും പാൻട്രി സംവിധാനവും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമുള്ള അത്യാധുനിക നിലവാരത്തിലുള്ള ബിസിനസ് ക്ലാസ് ബസ്സുകൾക്കുള്ള പേപ്പർ വർക്കുകൾ ചെയ്തു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. വിവിധ KSRTC സ്റ്റാൻഡുകളിൽ പെട്രോൾ പമ്പുകൾ പ്രവർത്തനം ആരംഭിക്കുകയും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടത്തുകയും ചെയ്തതായും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് ടെസ്റ്റ് എഴുതിയവരിൽ 89% ആളുകൾ ജയിച്ചിട്ടുണ്ട്. വിജയ ശതമാനം 89 കാരണം 100 പേര് എഴുതുമ്പോൾ 89 പേര് ജയിച്ചിരിക്കുന്നുള്ളതാണ്. അതിൽ 3282 പേര് KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ഇതുവരെ ലൈസൻസ് നേടിക്കഴിഞ്ഞു. 24ാമത്താണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നത്. 31 ഡ്രൈവിംഗ് സ്കൂളുകളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യയിൽ സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂളുള്ള ഒരേ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മളാണ്. പുതിയതായി വന്ന വണ്ടികളിലെല്ലാം പ്രായമായവർക്കു കൂടി അനായാസേന കയറാവുന്ന വിധത്തിൽ താഴ്ത്തിവെച്ച പടികളാണ് വെച്ചിരിക്കുന്നത്. KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റിയത് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചല്ലെന്നും പകരം കാര്യക്ഷമത വർദ്ധിപ്പിച്ചാണെന്നും അത് സാധ്യമായത് KSRTCയുടെ ജീവനക്കാരുടെ സഹകരണം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLAയുടെ പ്രാദേശിക ആസ്തി വികസന നിധിയിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ബഹുനില കെട്ടിടത്തിൽ 6800 ചതുരശ്ര അടിയിലായി 6 സ്യൂട്ട് റൂമുകളും ഒരു ഡോർമെറ്ററിയും ഒരു റെസ്റ്റോറന്റും ശൗചാലയങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.